ഒരിടത്തൊരിടത്ത് ഒരു ഡ്രാഗൺ ജീവിച്ചിരുന്നു. ആ ഡ്രാഗന് ഒരു സാമ്രാജ്യമുണ്ടായിരുന്നു. വലിയ സൈന്യമുണ്ടായിരുന്നു. സ്തുതി പാടാൻ ഒരു അടിമക്കൂട്ടവും ഉണ്ടായിരുന്നു. ഡ്രാഗൻ എൻഡിൻ്റെ രാജാവായിരുന്നത് കൊണ്ട് അവൻ ആ സ്ഥലം പിടിച്ചടക്കി. അങ്ങനെ ഒരു ദിവസം ഞാൻ ആ ഡ്രാഗനെ കൊന്നു. ജയിച്ചെന്ന് കരുതിയ യുദ്ധം യഥാർത്ഥത്തിൽ മറ്റൊരു യുദ്ധത്തിൻ്റെ തുടക്കമായിരുന്നു. ഡ്രാഗനെ ഗൻഡിയായി എൻഡും കീഴടക്കി. പക്ഷേ അധികാരം, കപട രാഷ്ട്രീയം, ഞാൻ എനിക്ക് വേണ്ടി കുത്തിയെടുത്ത സിംഹാസനം ഒരു ലക്ഷ്യസ്ഥാനമായി മാറി. ന്യായമായും എൻ്റേതെന്ന് പറയുന്ന സാധനം രാഷ്ട്രീയ വിവാദമായി മാറി. എൻ്റെ ഉയർച്ചയെ ഭയന്നവർ നിയമങ്ങൾ തിരുത്തിയെഴുതാൻ ശ്രമിച്ചു. അങ്ങനെ ശരിയായ വിജയം ഒറ്റ രാത്രി കൊണ്ട് അവർ കുറ്റകൃത്യമാക്കി മാറ്റി. കാണിച്ചത് ഭയങ്കര മോശമാണ്. അറിയാം, ഞാൻ എന്ത് പറയാനാണ്. ഇവിടെ നിയമം ഉണ്ടാക്കുന്നത് ഞാനാണ്. ഞാൻ പറയുന്നത് ഇതിനകത്ത് നടക്കത്തുള്ളൂ കാര്യങ്ങൾ. ഇപ്പോഴത്തെ ഗവൺമെന്റ് ഞാനാണ്. ഇവിടുന്ന് ഭരണം പിടിച്ചെടുക്കുന്നത് വരെ ഞാൻ തന്നെയാണ് ഇവിടുത്തെ ഗവൺമെന്റ്. ഡ്രാഗണൊക്കെ എടുത്ത് പുറത്തു കാണത്തും ഗവൺമെന്റ് ആണ് പറയുന്നത്. ഡ്രാഗണൊക്കെ എടുത്ത് പുറത്തു. അപ്പൊ നിങ്ങൾക്കും കൂടെ അവകാശപ്പെട്ട ഡ്രാഗണൊക്കെ എടുത്തുകൊണ്ട് പോയ ആളാണ് ഈ നോയൽ. അങ്ങനെ ഞാൻ പൊതുശത്രുവായി. ഞാൻ ഇവിടുന്ന് പോവുകയാണ്. നമുക്ക് ഇനി കോടതി വെച്ച് കാണാം. ഏതായാലും അവിടെ വെച്ച് കാണാം. പണ്ടാരണ്ടും പറഞ്ഞ പോലെ യുദ്ധം നന്മയും തിന്മയും തമ്മിലല്ല, തിന്മയും തിന്മയും തമ്മിലാണ്. സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഭരതം സെർവറിലാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, കുറച്ച് പ്രശ്നങ്ങളൊക്കെ പറ്റി. നമ്മളെല്ലാവരുടെ അടുത്തുനിന്ന് കുറച്ച് മാറിയാണ് നിൽക്കണത്. ചെറുതായിട്ട് നമ്മൾ ഒളിവിലാണ്. ഒളിവിലെന്ന് പറയാൻ പറ്റില്ല, ഒളിവിൽ പോയേണ്ടി വന്നു. ബട്ട് നമുക്കെതിരെ ഇപ്പോൾ ഒരു കേസ് നടക്കണതാണ്. അപ്പോൾ നമ്മളതിൻ്റെ ഹിയറിങ്ങിന് വേണ്ടി ചെല്ലേണ്ടി വരും. ഇത് വെറുതെ വാക്ക് തർക്കമാവും. സോ ഇങ്ങനെ ഒരു ഗുഹക്കകത്ത് വന്നേക്കണേണ്. അപ്പോൾ പെട്ടെന്ന് നോക്കി ആരും കാണില്ല. ബേസിക്കലി എന്താ പറ്റിയെന്ന് വെച്ചാൽ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, ഞാൻ കയറി ഉടനെ എന്നെ ഗ്രൈൻഡ് ചെയ്ത് എൻ്റെ പോയി ഡ്രാഗനൊക്കെ എടുത്ത് എലൈറ്റർ എടുത്ത് സാധനങ്ങളൊക്കെ എടുത്ത് സെറ്റായി. ബട്ട് ബാക്കിയുള്ളവരത് ചെയ്തില്ല. സെർവർ ലോഞ്ച് ആയിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല, കാരണം ടെക്നിക്കലി ലോഞ്ചായി. ഈക്വൽ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. സോ അത് അൺഫെയർ ഇതാണെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഞാനിങ്ങനെ വെറുതെ ലൈവ് എടുത്ത് നോക്കിയപ്പോൾ FTT ചാറ്റിൽ എൻ്റെ ബേസ് കോർഡിനേറ്റ്സ് ഉണ്ടോ അറിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നോയലിന്റെ ബേസ് കോർഡിനേറ്റ്സ് വല്ലതും കണ്ടായിരുന്നോ നിങ്ങളാ നോയലിന്റെ വീഡിയോയില്? നോയലിന്റെ അതിനകത്ത് എവിടെങ്കിലും കോർഡിനേറ്റ്സ് ഉണ്ടോ നോക്കെ. ഇപ്പൊ പോവാ അങ്ങനെ ഉണ്ടെങ്കിൽ. അപ്പം തന്നെ ഞാൻ സെർവറിൽ കയറി. അപ്പോൾ FTT VCയിലോട്ട് വിളിച്ച് അങ്ങനെ ചെറുതായിട്ട് വാക്ക് തർക്കമായി. FTT തന്നെ ബലം പ്രയോഗിച്ച് ഡ്രാഗനൊക്കെ എടുക്കാൻ നോക്കി. അതായത് FTT ആണ് ഗവൺമെൻറ് എന്നുള്ള രീതിയിൽ ഉത്തരവിറക്കി. പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് കൊടുക്കാനും തോന്നിയില്ല. സോ ഞാൻ നൈസായിട്ട് അവിടെ നിന്ന് നെതറിൽ കൂടി കയറി എങ്ങോട്ടൊക്കെയോ ഓടി. എന്നിട്ട് ഇവിടെ വന്ന് നിൽക്കണേണ്. ബട്ട് അതിൻ്റെ ഇടയിൽ വീണ്ടും സംസാരിച്ച് ഇത് കേസാക്കാൻ തീരുമാനിച്ചു FTT ഗവൺമെൻറ്റായിട്ട് തന്നെ കോടതിയിൽ കാണാം. വിചാരണ. ഓക്കെ, കോടതി കാണാം. ജഡ്ജ് എന്നാ ഫ്രീ എന്ന് ചോദിക്കട്ടെ, നമുക്ക് സംസാരിക്കാം. എനിക്ക് വക്കീലിന് വേണം. എടോ തമാശയല്ല, കാര്യമായിട്ട് പറയാ. ഡ്രാഗൺ എഗ് എന്ന് പറഞ്ഞത് സെർവർ പ്രോപ്പർട്ടിയാണ്. റൈറ്റ് ടു റിമെയിൻ സൈലന്റ്. റൈറ്റ് ടു റിമെയിൻ സൈലന്റ് ഫണ്ടമെന്റൽ റൈറ്റാ. അതായത് ഒന്നും മിണ്ടാണ്ടിരിക്കാൻ. ഫണ്ടമെന്റൽ റൈറ്റ് റിമെയിൻ സൈലന്റാ? അത് ഏത് ആർട്ടിക്കിളിലുള്ളതാ? ഇനി ലോയർ വന്നിട്ട് സംസാരിക്കുള്ളൂ. അപ്പൊ വക്കീലായിട്ട് FTT അരുൺ ബ്രോനെ വെക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു. ഞാനപ്പോൾ കേസ് എന്ന വാക്ക് കേട്ടപ്പോൾ തന്നെ അരുൺ ബ്രോനെ ഡയൽ ചെയ്ത്. അരുൺ ബ്രോനെ അപ്പം തന്നെ ഫോൺ വിളിച്ച്, അത്യാവശ്യം അരുൺ ബ്രോ നിങ്ങളെൻ്റെ കേസ് ഏറ്റെടുക്കണം. ആൾക്കാർ വേറെ പലവരും വിളിക്കും, പലവരും ഓഫർ ചെയ്യും, ഒന്നും സമ്മതിക്കരുത്, എന്തായാലും ഏറ്റെടുക്കണമെന്ന് പറഞ്ഞ് ടോക്കണും കൊടുത്ത്. അങ്ങനെ ഞാൻ വിചാരിച്ച പോലെ തന്നെ FTT അരുൺ ബ്രോൻ്റെ പേര് പറഞ്ഞ് അരുൺ ബ്രോയിനെ വിളിച്ചേക്കണേന്ന് പറഞ്ഞ് ഞാനപ്പോൾ മെസ്സേജ് ഇട്ട് അരുൺ ബ്രോൺ എൻ്റെ വക്കീലെന്ന് പറഞ്ഞിട്ടതും will be handled by my lawyer Arun Triads.
നോക്കിയിരുന്ന അരുണണ്ണ ഞാനാണ് ആദ്യം വിളിച്ചത്. അരുണണ്ണ ചീറ്റിക്കല്ലേ അണ്ണാ നിങ്ങൾ എന്നെ, അരുണണ്ണ നിങ്ങൾ എന്നെ ചതിച്ചോണ്ണ. ആ ചിത്രായാലും വിജയല്ല, മറിച്ച് ഞാൻ തരും. വക്കീലിന് എപ്പോ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. അത് വക്കീലിന്റെ തീരുമാനമാണ്. ആടാ മന്തി മഞ്ചലിന്ന് ഒരു മന്തി, ഫുൾ മന്തി, എന്താ പറയുന്നത്, എന്നെ അരുണണ്ണ ചതിച്ചു കഴിച്ചു. അങ്ങേര് നേരത്തെ പോയി അവിടുത്തെ വക്കാലത്ത് ഏറ്റെന്ന് ഞാൻ എന്റെ അടുത്ത വക്കീലിനെ വിളിച്ചിട്ട്. സോ നമ്മുടെ വക്കീലിനെ മറിക്കാൻ നോക്കിയെങ്കിലും അരുൺ ബ്രോ അതിലൊന്നും വീടില്ല. സോ FTT അടുത്ത ആളെ വിളിച്ച് റാഷണിനെ വിളിച്ച് അങ്ങനെ റാഷണൻ FTTയുടെ വക്കാലത്തേറ്റ്. പക്ഷെ ഇതുവരെ ഹിയറിംഗ് എന്നാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നു അതിന് സമയം എടുക്കും. സോ നമുക്ക് നമ്മുടെ വക്കീല് ഏകദേശം 7-8 പോയിന്റ്സ് അയച്ചു തന്നിട്ടുണ്ട്. ഇതായിരിക്കും നമ്മുടെ ഡിഫെൻസ്. അപ്പം ഞാനത് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇതിൻ്റെ ഒരു വെൽ റിട്ടൺ ഡോക്യുമെൻ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ആ കേസിൻ്റെ ടൈം ആകുമ്പോൾ നമുക്ക് ഇടാം. ഇപ്പം എന്താ സിറ്റുവേഷൻ, ഹിയറിംഗ് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഈ വീഡിയോ കഴിയുമ്പോൾ ഞാൻ ഇടാൻ നോക്കാം. അത് പുള്ളിയുടെ അടുത്ത് ചോദിച്ചിട്ട് എങ്ങനെ ഇടണോ വേണ്ടതെന്ന്. ആദ്യം പുള്ളിക്കാരൻ പറയണത് ഓണർഷിപ്പ് റൈറ്റ്സ് ആൻഡ് പ്രിൻസിപ്പിൾ ഓഫ് ഫസ്റ്റ് പൊസഷൻ. അതായത് ഫസ്റ്റ് ഇൻഡിവിജ്വൽ ടു ഒബ്റ്റെയിൻ ആൻ അൺഓൺഡ് ഐറ്റം, അൺക്ലെയിംഡ് ഐറ്റം. അതായത് ഡ്രാഗനൊക്കെ ഒരു അൺക്ലെയിംഡ് ഐറ്റമാണ്. മൈൻക്രാഫ്റ്റിൻ്റെ റൂൾസ് പ്രകാരം അങ്ങനെ ഒരു സാധനം ഒബ്റ്റെയിൻ ചെയ്തത് നമ്മുടെ ആണ്. പിന്നെ കൂടാണ്ട് ഡ്രാഗനൊക്കെ എന്ന് പറയുന്നത് ഒരു എൻഡിൻ ഡ്രാഗനെ കൊല്ലുമ്പോൾ കിട്ടുന്ന ഒരു ട്രോഫി പോലത്തെ സാധനമാണ്. സോ ഇങ്ങനത്തെ 2 സെൻസിൽ നോക്കിയാലും ഡ്രാഗനൊക്കെ എൻ്റെയാണ്. രണ്ടാമത്തെ സംഭവം എന്ന് വെച്ചാൽ ആബ്സെൻസ് ഓഫ് ആൻ എസ്റ്റാബ്ലിഷ്ഡ് ലോ അറ്റ് ദ ടൈം ഓഫ് അക്വിസിഷൻ. ലോ ഉണ്ടായില്ലെന്ന് മാത്രമല്ല, ഇങ്ങനൊരു ഗവർണിംഗ് ബോഡിയെ ഉണ്ടായില്ല ആ ടൈമിൽ. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു ലീഗൽ ഫ്രെയിം വർക്ക് ഉണ്ടായില്ല, ഇങ്ങനത്തെ ഒരു എൻഫോഴ്സ്മെൻറ്റ് ലോസ് ഉണ്ടായില്ല. അപ്പോൾ ഇതിൽ എഴുതിയേക്കുന്നത് നോ ഇൻഡിവിജ്വൽ ക്യാൻ ബി ഹെൽഡ് അക്കൗണ്ടബിൾ ഫോർ വൈലേറ്റിംഗ് റൂൾസ് ദാറ്റ് ഡിഡ്ന്റ് ഈവൻ എക്സിസ്റ്റഡ്. അതായത് ഞാൻ ഈ ഡ്രാഗനൊക്കെ എടുക്കുന്ന സമയത്ത് അങ്ങനെ ഒരു റൂൾ ഉണ്ടായില്ല. സോ അങ്ങനെ ഒരു റൂളില്ലാത്ത സമയത്ത് ഞാനൊരു തെറ്റ് ചെയ്തെന്ന് പറയാൻ പറ്റില്ലല്ലോ. മൂന്നാമത്തേന്ന് വെച്ചാൽ നോ എവിഡൻസ് ഓഫ് തെഫ്റ്റ് ഓർ ഫ്രോഡ്. അതായത് ഞാൻ മാൽ പ്രാക്ടീസോ അങ്ങനെ ഒരു രീതിയിലോ ചീറ്റ് ചെയ്തിട്ടല്ല ഡ്രാഗനൊക്കെ എടുത്തത്. പ്രോപ്പറായിട്ട് ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ഡ്രാഗനൊക്കെ എടുത്തേക്കണേന്ന്. പ്രോപ്പർ ഗെയിം മെക്കാനിക്സ് ഡ്രാഗൺ ഫൈറ്റിൽ എൻഗേജ് ചെയ്ത് അങ്ങനെയാണ് എടുത്തേക്കണത്. നാലാമത്തെയാണ് പുള്ളി പറഞ്ഞ ഏറ്റവും മെയിൻ സംഭവം, റൈറ്റ് ടു പ്രൈവറ്റ് പ്രോപ്പർട്ടി. ആർട്ടിക്കിൾ 300A പറയണത് നമ്മളുടെ കയ്യിലുള്ള പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് എന്തായാലും ഗവൺമെൻറ്റിന് അത് ഫോഴ്സ്ഫുള്ളി ഒന്നും പിടിച്ച് മേടിക്കാൻ പറ്റില്ല. അങ്ങനെ മേടിക്കണമെങ്കിൽ അതൊരു ഫണ്ടമെൻ്റൽ റൈറ്റ് വയലേഷനാണ്. എന്താണെന്ന് വെച്ചാൽ ഈ സർവറിൻ്റെ വോട്ടിങ്ങിനെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടാണ്. അപ്പോൾ വോട്ടിംഗ് ലെജിറ്റിമേറ്റ് ആയിരുന്നോ എന്നുള്ള രീതി, അതായത് ഒരു റിഗ്ഡ് വോട്ടിംഗ് ആണ്, യൂട്യൂബ് ലൈവ് സ്ട്രീമിലാണ് ഒരു വോട്ടിംഗ് പ്രോസസ്സ് നടത്തുന്നത്, അത് റിഗ്ഡ് ആണോ, പിന്നെ വേറൊരാളുടെ ചാനലിലാണ്, അപ്പോൾ എനിക്ക് ഈക്വൽ ഓപ്പർച്യൂണിറ്റി അല്ല അതിൽ, അപ്പോൾ വേറൊരു വോട്ടിംഗ് വെക്കണം എന്നുള്ളൊരു അപ്പീലും കൂടി. ആറാമത്തെ ഇത് പറയുന്നത് സെർവർ ആക്ടിവിറ്റി അറ്റ് ടൈം ഓഫ് അക്വിസിഷൻ. സോ ഒരു അൺഫെയർ അഡ്വാൻറ്റേജ് ആയിരുന്നില്ല FTT കളിക്കുന്നുണ്ടായിരുന്ന സെർവറിൽ. ഞാൻ ഒരു തരത്തിലും FTTനെ പൂട്ടിയിട്ടോ അല്ലെങ്കിൽ എൻ്റെ അടച്ചു വെച്ചോ അങ്ങനെയൊന്നും പോയി എടുത്ത ഇതല്ല. ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. സെർവറിൽ FTT കളിക്കുന്നുണ്ടായിരുന്നു. ടെക്നിക്കലി സെർവർ ലോഞ്ച് ആയിട്ടില്ല എന്ന് പറയാനും പറ്റില്ല. പിന്നെ അടുത്തത് പുള്ളി പറയണത് ഒരു ഓൾട്ടർനേറ്റീവ് റെസൊല്യൂഷൻ, അതായത് സംസാരിച്ച് തീർപ്പാക്കാന്നുള്ളൊരു സംഭവം. അതിൽ പക്ഷേ ഒരു തരത്തിലും ഡ്രാഗനൊക്കെ റിട്ടേൺ ചെയ്യില്ല എന്നുള്ളൊരു ക്ലോസ് കൂടി വെച്ചിട്ടുണ്ട് പുള്ളി. സോ അതൊക്കെയാണ് നമ്മുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ. ഇത് എഴുതിയെന്ന് വായിക്കണോണ്ട് ആ ഒരു ഫീല് വന്നത്. പിന്നെ നമ്മളെന്തിനീ കുഴി കുഴിക്കണതെന്ന് വെച്ചാൽ നമുക്കിവിടെ ഒരു വില്ലേജർ ബ്രീഡറും പിന്നെ ഇവിടേക്കായിട്ട് ട്രേഡറും അങ്ങനത്തെ സംഭവമൊക്കെ ചെയ്യണം. കാരണം നമ്മൾക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മളുടെ കയ്യിൽ നിന്നുള്ള സാധനങ്ങൾ ആൾക്കാർ കൊണ്ടുപോകാം, എന്ത് സംഭവിക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാക്ഡ് ആവണം. മറ്റൊരു സെറ്റ് ആർമർ സാധനം പോരാ, മൊത്തത്തിൽ സ്റ്റാക്ഡ് ആവണം. അതായത് ഒരെണ്ണം പോയ അടുത്തത് അപ്പം തന്നെ നമുക്ക് എവിടെന്നെങ്കിലുമൊക്കെ പോയി പിക്ക് ചെയ്യാൻ പറ്റണം. അവിടെ ഇവിടെയൊക്കെ നമ്മളുടെ ആർമർ ഫുൾ എൻചാൻറ്റഡ് സാധനങ്ങൾ ഉണ്ടാക്കി ഓരോ സ്ഥലത്ത് വെക്കണം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പറ്റിയാൽ നമുക്ക് നമുക്ക് പറ്റിയാൽ നമ്മളുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ എടുത്തുകൊണ്ട് പോയാൽ നമ്മൾ എന്ത് പറ്റിയാലും നമുക്കൊരു 10 മിനിറ്റിൽ ബാക്ക് ടു നമ്മളെങ്ങനെയായിരുന്നോ അങ്ങനെ ആവാൻ പറ്റണം. അതാണ് എൻ്റെ എയിം. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി ഗ്രൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഫസ്റ്റ് വേണ്ടത് നല്ല വില്ലേജേഴ്സാണ്, മാസ്റ്റർ ലെവൽ വില്ലേജേഴ്സാണ് വേണ്ടത്. അപ്പോൾ അതിനെ സെറ്റ് ചെയ്യണം. നമുക്ക് ഡയമണ്ടൊക്കെ അത്യാവശ്യമുണ്ട്. പിന്നെ നമ്മുടെ കൂടെ 2 പ്ലേയേഴ്സ് ജോയിൻ ചെയ്യുന്നുണ്ട്. ഒരെണ്ണം ഇപ്പോൾ തന്നെ നിങ്ങൾ കാണും, ഞാൻ ഈ വീഡിയോയിൽ തന്നെ കാണിക്കും.
രണ്ടാമത്തെ ആൾ ഉണ്ടാവില്ല. രണ്ടാമത്തെ ആൾ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? നമ്മുടെ കൂടെ ഇതിഹാസയിലൊക്കെ ഉണ്ടായിരുന്നതാണ്. നമ്മളുടെ കൂടെ ഇതുപോലെ തന്നെ ഡ്രാഗനൊക്കെ എടുത്ത ഒരാളാണ് വന്നത്. അപ്പോൾ പുള്ളി വന്ന് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. പിന്നെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എന്താ സംഭവിച്ചതെന്നൊക്കെ കാണണമെങ്കിൽ FTTയുടെ ലൈവും FTTയുടെ വീഡിയോ അല്ലെങ്കിൽ FTTയുടെ ലൈവ് നോക്കിയാൽ മതി. അതിലെല്ലാം ഈ കട്ട് ചെയ്യാണ്ടുള്ള സംഭവങ്ങളുണ്ട്. സോ അത് നോക്കിയാൽ മതി. സോ ഹലോ ഗൈസ്, നമ്മളങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ബേസിലോട്ട് ഒരു പ്ലെയർ വന്നിട്ടുണ്ട്. സില്ലി വന്നപ്പോൾ തന്നെ ആർമറൊക്കെ ഗ്രൈൻഡ് ചെയ്തെടുത്ത് ഇവിടെ ഇങ്ങനെ കുട്ടപ്പനായിട്ട് നിൽക്കണ. അവിടെ നമ്മൾ 2 വില്ലേജറിനെ കയറ്റിയിട്ടുണ്ട്. ഇപ്പോൾ സെർവറിലാണെങ്കിൽ എല്ലാവർക്കും കാണാൻ വേണ്ടി ഒരു മെസ്സേജ്. സില്ലേ സാധനം എടുത്തോ? ആ സോ ഗൈസ്, നമ്മളിവിടെ ഇങ്ങനെ ഒരു വില്ലേജർ ബ്രീഡർ സെറ്റപ്പ് ഉണ്ടാക്കി. ഇത് മാനുവലായിട്ട് പെട്ടെന്ന് വില്ലേജറിനെ കിട്ടാൻ വേണ്ടി സില്ല് തൽക്കാലം ഉണ്ടാക്കിയതാണ്. പോരാണ്ട് ഇവിടെ ക്രോപ്പ് നമുക്ക് ഇല്ലാത്തതുകൊണ്ട് നമ്മളിത് ഇവിടെ ഒരു ഓട്ടോമാറ്റിക് ബ്രീഡർ പണിയാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. അപ്പം ഇതൊന്ന് ഫില്ലായി കഴിഞ്ഞാൽ കളക്ഷൻ സിസ്റ്റം സെറ്റ് ആയി കഴിഞ്ഞാൽ ഇതൊരു ഓട്ടോമാറ്റിക് ബ്രീഡർ ആവും. ഇവിടെ ഞാൻ വില്ലേജേഴ്സിനെയും കയറ്റി തുടങ്ങിയിട്ടുണ്ട്. സോ ഗൈസ്, നമ്മൾ ഈ ചെയ്യണയൊക്കെ കൊണ്ട് നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ കേസിൻ്റെ കാര്യങ്ങളൊക്കെ അറിയണവരെ, കേസിൻ്റെ ചൂടാറണവരെ നമുക്ക് എവിടെയെങ്കിലും നിൽക്കണം. അപ്പോൾ നമ്മളിവിടെ നിന്നിട്ട് ആർമർ കാര്യങ്ങളൊക്കെ ഫുള്ളി എൻചാൻറ്റഡ് ആക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഫുള്ളി എൻചാൻറ്റഡ് എന്ന് പറഞ്ഞാൽ ഒരു സെറ്റല്ല, കുറേ സെറ്റുകൾ. സോ അതിൻ്റെ ഗ്രൈൻഡിലാണ്. ഇനിയിപ്പോൾ നമുക്ക് അരുൺപുറമായിട്ടൊന്ന് സംസാരിക്കണം. കേസിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ അറിയണം. അപ്പോൾ അതിനിടയിൽ വിളിപ്പിച്ചാൽ പോകണം. സോ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തീരെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.